നായയുടെ ഡ്യൂപ്പ് വന്നിട്ട് അഭിനയിച്ചു. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി every animal in a Hollywood film is well trained. It is not difficult to train a horse or dog, but have you ever heard of trained ravens? Not just one or two, but nearly 100 of them. Even this was made possible in Hollywood when the creator of some of the best suspense film in the history of cinema, Alfred Hitchcock, decided to make a film called Birds. In the story, birds from all over the world start attacking humans. Hitchcock needed a variety of birds, but what was required the largest number was ravens. Notices were placed in the press all over the United States, asking people to contact the filmmaker if they knew how to get hold of the trained ravens. അപ്പോൾ ഇവിടെ നമ്മൾ സിനിമകളിൽ മനുഷ്യരെ പോലെ തന്നെ അഭിനയിക്കുന്ന മൃഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ മനുഷ്യരെ പോലെ അഭിനയിക്കുക മാത്രമല്ല, മനുഷ്യരെ പോലെ തന്നെ ചില ഭാഗങ്ങൾ അഭിനയിക്കുന്നതിനായിട്ട് അവർക്ക് അവരുടെ ഡ്യൂപ്പുകളുണ്ട്. ദേ ആർ വെൽ റെസ്പെക്റ്റഡ് ലൈക്ക് മെൻ. അതേപോലെ തന്നെ ദേ ആർ വെൽ പെയ്ഡ്. അവർക്ക് നല്ല പേയ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ അവരെ നന്നായിട്ട് ആദരിച്ചിരുന്നു. അവർക്ക് പകരം അഭിനയിക്കാൻ ഡ്യൂപ്പുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനി പറയുന്നത് നോക്കട്ട, ഇവിടെ അഭിനയിക്കുന്ന ആൾക്കാരെ, അതായത് അഭിനയിക്കുക, മനുഷ്യന്മാരെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനുഷ്യന്മാർക്ക് ചിന്തിക്കാനും സംസാരിക്കാനും പിന്നെ അഭിനയം എന്ന് പറഞ്ഞ മുഖത്ത് വരുത്താനൊക്കെ ഉള്ളൊരു കഴിവ് ആർക്കുണ്ട്? മനുഷ്യന്മാർക്കുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള മൃഗങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഹോളിവുഡിൽ ചെന്നാൽ അതും കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. ഹോളിവുഡില് മനുഷ്യന്മാരെ പോലെ തന്നെ ചിന്തിക്കുന്ന മൃഗങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. മനുഷ്യന്മാരെ പോലെ തന്നെ ചിന്തിക്കുന്ന മൃഗങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യന്മാരെ പോലെ തന്നെ അഭിനയിക്കുന്ന മൃഗങ്ങൾ, അതായത് വെൽ ട്രെയിൻഡ് പറയുന്നു. ആനിമൽ Every animal in the Hollywood film is well trained. ഹോളിവുഡ് സിനിമയിൽ ഓരോ ആനിമലും വളരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. വെൽ ട്രെയിൻഡ്. നോക്കൂ, ഇവിടെ പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ ഡോഗ്. ഇനി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ വളർത്താനും നായനെ വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നായനെയോ കുതിരയോ നമ്മൾ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ബുദ്ധിമുട്ടുള്ളതല്ല. ഇപ്പൊ കുതിരേനൊക്കെ ഈ പട്ടാളത്തിലൊക്കെ കുതിരേനൊക്കെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്, അല്ലെ? വരിയായിട്ട് ഒരുമിച്ചിട്ട് മാർച്ച് ചെയ്യണതും പറയുന്ന പോലെ അവർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ബട്ട് ഹാവ് യു എവർ ഹിയർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? നിങ്ങൾ റാവൻസിനെ ട്രെയിൻ ചെയ്യണത് കേട്ടിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. റാവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടൽക്കാക്ക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വിഭാഗത്തിൽപ്പെട്ടതാ. കാക്കകളുടെ വിഭാഗത്തിൽപ്പെട്ടത്. കാക്കേനെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് പോയിട്ട് കാക്കേനെ വളർത്തുക എന്ന് പോലും പറയുന്നതും പോലും ദുഷ്കരാണ്, അല്ലെ? മനുഷ്യന്മാരെ ഒട്ടും വിശ്വാസമില്ലാത്ത ജീവിയാണ് കാക്ക. ഇവിടെ പറയണത്, ഹാവ് യു എവർ ഹിയർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? നോട്ട് ജസ്റ്റ് വൺ ഓർ ടു, ഒന്നോ രണ്ടോ കാക്കകളല്ല, ബട്ട് നിയർലി 100 ഓഫ് ദം. എത്ര കാക്കകളാ? 100 കണക്കിന്. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. ഹോളിവുഡിൽ അതടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. When the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, decided to make a film called Birds. ഹോളിവുഡിലെ എന്താ പറയാ, ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിം, ഹോളിവുഡിന്റെ ചരിത്രത്തിൽ തന്നെ, സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല സസ്പെൻസ് സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ആര്? ഹിറ്റ്കോക്ക്, ആൽഫ്രഡ് ഹിറ്റ്കോക്ക്.
അദ്ദേഹത്തിന്റെ, അതായത് ആ പടം പിടിച്ചിട്ടുള്ള ആള്, സംവിധായകൻ, അദ്ദേഹം ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. ബേർഡ്സ് എന്ന വിളിക്കുന്ന ഒരു സിനിമ പിടിക്കാനായിട്ട് അയാൾ തീരുമാനിച്ചു. ഇൻ ദ സ്റ്റോറി, ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. എന്താണ് ഈ സിനിമയിലെ വിഷയം? ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവനുമുള്ള എല്ലാ പക്ഷികളും സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്, അവർ മനുഷ്യന്മാരെ ആക്രമിക്കുകയാണ്. എല്ലാ പക്ഷികളും മനുഷ്യന്മാരെ വന്ന് ആക്രമിക്കുന്ന ഒരു സിനിമ. ഹിറ്റ്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. അപ്പോൾ ഇവിടെ ഈ സിനിമയിൽ ഹിറ്റ്കോക്കിന് വ്യത്യസ്തമായ ഒരുപാട് പക്ഷികൾ വേണം. ബട്ട് വാട്ട് വേർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോ ഒരുപാട് ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റാവൻസ്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഏതായിരുന്നു? വാസ് റിക്വയർഡ് ദ ലാർജസ്റ്റ് നമ്പർ വാസ് റാവൻസ്. ഏറ്റവും കൂടുതലായിട്ട് ഇയാൾക്ക് ആവശ്യമുള്ളത് ആരെയായിരുന്നു? ഈ കടൽ കാക്കകളെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതലായിട്ട് വേണ്ടി വന്നിരുന്നത്. ഏറ്റവും കൂടുതലായിട്ട് വേണ്ടി വന്നിരുന്നത് ഈ കടൽ കാക്കകളെയായിരുന്നു. നോട്ടീസസ് വേർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അങ്ങനെ ഇദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള എല്ലാ പ്രസ്സുകളിലും, അതായത് പത്രങ്ങളിലും നോട്ടീസ് ഇട്ടു എന്ന് പറഞ്ഞാൽ പരസ്യമിട്ടു. ആസ്കിങ് പീപ്പിൾ ടു കോണ്ടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദേ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്. ആ നോട്ടീസിൽ എന്തായിരുന്നു? ആസ്ക്ഡ് ദ പീപ്പിൾ, ജനങ്ങളോട് പറയുന്നു, ടു കോണ്ടാക്ട് എ ഫിലിം മേക്കർ, ദ ഫിലിം മേക്കർ, ആ സിനിമാ സംവിധായകനെ കോണ്ടാക്ട് ചെയ്യുക. അവർക്ക് കാക്കകളെ മെരുക്കാൻ അറിയുമെങ്കിൽ, ആ കാര്യം പറഞ്ഞിട്ട്, അതറിയുന്ന ആൾക്കാരെ ഫിലിം മേക്കർ എന്ത് ചെയ്യണം? കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹം നോട്ടീസ് ഇട്ടു. അപ്പോ someone replied within a few days. He was asked to bring his birds and he arrived with almost 100 trained ravens. Someone, അപ്പൊ ആരോ ഒരാള് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്തു? റിപ്ലൈ കൊടുത്തു. He was asked to bring his birds. അപ്പോൾ അവരോട് അവന്റെ കിളികളെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. He arrived with almost 100 trained ravens. അവൻ വന്നു. എന്തുമായിട്ടാ വന്നത്? ഏകദേശം 100ഓളം ട്രെയിനിങ് ലഭിക്കപ്പെട്ട റാവൻസ്, കാക്കകളുമായിട്ട് അവൻ വന്നു. അഡ്മിറ്റഡ്ലി their training had not gone very bad. സമ്മതിക്കാതെ നിർവാഹമില്ല. അഡ്മിറ്റഡ്ലി, അതായത് അഡ്മിറ്റ് ചെയ്യന്നെ. എന്താ സമ്മതിക്കാതെ നിർവാഹമില്ല എന്ന് പറഞ്ഞത്? their training had not gone very bad. അവർക്ക് ലഭിച്ചിരിക്കുന്ന ട്രെയിനിങ് had not gone bad, very bad, അത്ര മോശമായിരുന്നില്ല. That is to say, they could not do anything that might be seen as extraordinary. ശരിക്കും പറഞ്ഞാൽ they not to do anything that might be seen, അതായത് they could not do anything that might be seen as extraordinary. But if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? Abo nogada, they could not do anything that might be seen as extraordinary. അതായത് ഇവിടെ ഇപ്പൊ നമ്മള് ഈ കാക്കകളെ, കടൽ കാക്കകളെ നന്നായിട്ട് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നു എന്ന് സമ്മതിക്കാതെ നിർവാഹമില്ല. മോശമല്ലാത്ത രീതിയിൽ എന്നാണ് ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിക്കുക തന്നെ വേണം. അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് ടു സേ they could not to do anything that might be seen as extraordinary. അതായത് ഈ കടൽ കാക്കകള് നമ്മൾ പറയുന്ന പോലെ, നമ്മൾ പറയുന്ന കാര്യങ്ങള്
എന്താണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സാധാരണ ഇവറ്റകൾ ചെയ്യുന്നതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ അത് ചെയ്യുന്നു എന്നല്ല. ഇപ്പൊ നിങ്ങൾ സർക്കസിലൊക്കെ പോയാൽ ഈ തത്തകളെ കൊണ്ടൊക്കെ പല പല കാര്യങ്ങൾ ചെയ്യിക്കും. വണ്ടി ഓടിപ്പിക്കുക, പിന്നെ ബോൾ കളിപ്പിക്കുക, അങ്ങനെയുള്ളതൊക്കെ തത്തകളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇവർ ചെയ്യുന്നു എന്നല്ല അർത്ഥം. ഈ റാവൻസ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ല. പിന്നെന്താ, ബട്ട് ഇഫ് ആസ് മെനി ആസ് 50 റാവൻസ് ആർ ടോൾഡ്, പക്ഷേ നമ്മൾ പറയാണ് ഒരു 50 കടൽക്കാക്കകളോട് നമ്മൾ പറയാണ് ടോൾഡ് ടു പെർച്ച് ക്വൈറ്റ്ലി ഇൻ എ റോ ഓൺ എ സ്പെസിഫൈഡ് സ്പോട്ട്. അല്ലേ, 50 കാക്കകളോട് നമ്മൾ പറയാണ് ദാ പോയിട്ട് ആ മരത്തിന്റെ കൊമ്പുമ്പ് പോയിട്ടിരിക്കി എന്ന് പറയുമ്പോൾ ഇവർ 50 പേരും ഒരുമിച്ച് പോയിട്ട് വളരെ എന്താണ് ക്വൈറ്റ്ലി ശാന്തമായിട്ട് അവിടെ പോയിട്ട് ആ കൊമ്പുമ്പ് പോയിട്ട് റോ ഓൺ എ സ്പെസിഫൈഡ് സ്പോട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന അതേ സ്ഥലത്ത് തന്നെ. അപ്പൊ ക്യാമറ ഒക്കെ തിരിച്ചു വെച്ചിട്ട് ദാ അവിടെ പോയി ഇരിക്കുക എന്ന് പറയുമ്പോൾ ഈ 50 കാക്കകളും കടൽ കാക്കകളും കൂടി പോയിട്ട് ഒരുമിച്ച് പോയിട്ട് എന്ത് ചെയ്യാണ്, ഒരുമിച്ച് ഒരു കൊമ്പുമ്പ് പോയിട്ട് ഇരിക്കുകയാണ്. ആൻഡ് ഇഫ് ദേ ഒബേ ദിസ് കമാൻഡ് ഇൻസ്റ്റാന്റ്ലി, അത് നമ്മൾ പറയുമ്പോഴേക്കും പോയിരിക്കണം. അവിടെ പോയിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടി പോയിട്ട് അവിടെ പോയിട്ടിരിക്കുന്നു. ഈസിന്റ് ദാറ്റ് പ്രറ്റി ഇംപ്രസീവ്, അല്ലേ? അത് വളരെ എന്താ ഇംപ്രസീവ് ആയിട്ടൊരു കാര്യം തന്നെയല്ലേ? കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ഒന്നോ രണ്ടോ കടൽക്കാക്കകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധാരണ കാക്ക പോലെ തന്നെ. പക്ഷെ എന്താ പറയാ, സാധാരണ കാക്കകളുടെയൊക്കെ നമുക്ക് ട്രെയിനിങ് ചെയ്യാൻ എളുപ്പമല്ല കേട്ടാ. ഇതാകെ 50 എണ്ണത്തോളത്തിനെയാണ് ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. ഇനി needless to say, in our own country it is not at all easy to find a trained animals, although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. Their performance did suggest that they were used to obeying commands. In Bengal it is sometimes possible to find clever dogs, particularly police dogs, which are quite intelligent. One is preparation to be patient. It is not altogether impossible to get a good performance out of them, as we managed to do with Bolo in Pather Panchali. അപ്പോ ഇനി പറയാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമ, പാത്തേർ പാഞ്ചാലി എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലെ ഒരു കഥാപാത്രം, അത് ചെയ്യാനായിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു ക്ഷമയെയും ഒക്കെ കുറിച്ചിട്ടാണ്. നോക്കൂ, ഇവിടെ പറയുന്നത് നീഡ്ലെസ് ടു സേ ഇൻ അവർ ഓൺ കൺട്രി. അപ്പൊ ഇത്ര നേരം നമ്മൾ ഹോളിവുഡിന്റെ കാര്യം പറഞ്ഞത്, ഇനി അത് നിർത്തി നമ്മുടെ രാജ്യത്തിന്റെ കാര്യം നമുക്ക് പറയേണ്ടതില്ല. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ നോക്കണ്ട, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഫൈൻഡ് ട്രെയിൻഡ് ആനിമൽസ്. ട്രെയിനിങ് ലഭിച്ച ആനിമൽസിനെ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് അത്ര എളുപ്പമല്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി, നമുക്ക് അത്ര എളുപ്പമല്ല. ഓൾദോ സം ഫിലിംസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ബോംബെ ആൻഡ് മദ്രാസ് ദാറ്റ് ഇൻവോൾവ്ഡ് വർക്കിംഗ് വിത്ത് എലിഫന്റ്സ്, ഹോഴ്സസ് ആൻഡ് ടൈഗേഴ്സ്. അതായത് നമ്മള് ബോംബെയിലും മദ്രാസിലും ഒക്കെ ചില സിനിമകൾ പിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഇൻവോൾവ്ഡ്, മദ്രാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെന്നൈ, ബോംബെ എന്ന് പറഞ്ഞാൽ എന്തൊട്ടാ മുംബൈ. ദാറ്റ് ഇൻവോൾവ്ഡ് വർക്കിംഗ് വിത്ത് എലിഫന്റ്സ്. അതായത് അവിടെയൊക്കെ പിടിച്ചിട്ടുള്ള സിനിമകളില് ആരൊക്കെ അഭിനയിച്ചിട്ടുള്ളത്? എലിഫന്റ്സും ഹോഴ്സസും ടൈഗേഴ്സും ഒക്കെയാണ്, അല്ലെ? സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മൃഗങ്ങൾ, ആനകള്, കുതിരകള്, അതുപോലെ പുലികളൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമകള് മദ്രാസിലും ബോംബെയിലും ഒക്കെ ഉണ്ടായിട്ടില്ല. Their performance did suggest that they were used to obeying commands. പക്ഷേ ഈ മൃഗങ്ങളുടെ പെർഫോമൻസ് എന്നതിന് നമുക്ക് ഒരു പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ളത് എന്താ? ഒബേയിങ് കമാൻഡ്സ്. അവര് നമ്മൾ പറയുന്ന ആജ്ഞകൾ അനുസരിക്കുക എന്ന് പറയുന്നൊരു കാര്യം മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. നമ്മൾ അവയോട് കൽപ്പിക്കും, ഒരു ചാട്ടവാറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സർക്കസിലൊക്കെ ആനകളൊക്കെ ചെയ്യുന്ന പോലെ, നമ്മുടെ നാട്ടിലും ചെയ്യുന്ന പോലെ
അങ്ങനത്തെ ചില കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലവർ ഡോഗ്സ്. ഇതേപോലെ ബംഗാളില് ചില സമയത്ത് ആരെ കാണാറുണ്ട്? ക്ലവർ ഡോഗ്സ്, നല്ല ബുദ്ധിയുള്ള നായ്ക്കള് ചില ആൾക്കാർ ചില സിനിമകളിൽ കാണാറുണ്ട്. പർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇന്റലിജന്റ്. അപ്പോ നായ്ക്കളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നായ്ക്കള് ബുദ്ധിയുള്ള നായ്ക്കള് ബംഗാളിലുണ്ട്. പ്രത്യേകിച്ച് ആ ബുദ്ധിയുള്ള നായ്ക്കൾ എന്ന് പറഞ്ഞാൽ പോലീസ് നായ്ക്കളാണ് അല്ലെ. പോലീസ് നായ്ക്കളെ ശരിക്കും ട്രെയിനിങ് കൊടുത്തിട്ട് അല്ലെ, അവർക്കറിയാം ഓരോന്നും കാര്യങ്ങളും ഇതൊക്കെ അവർക്കറിയാം. അപ്പോൾ പോലീസ് നായ്ക്കളാണെങ്കിൽ വിച്ച് ആർ ക്വൈറ്റ് ഇന്റലിജന്റ്, അവ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള നായ്ക്കളാണ്. ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യന്റ് ഇറ്റ് ഈസ് നോട്ട് ഓൾ ടുഗദർ ഇമ്പോസിബിൾ. അതായത് നോക്കുക, ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യന്റ് ഇറ്റ് ഈസ് നോട്ട് altogether impossible to get good performances out of them as we managed to do with Bulo in Pathir Panchali. അപ്പോ നമ്മള് ഒരാള് ഇത്തിരി ക്ഷമയുള്ളവനാണെങ്കിൽ, ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യന്റ്, നമ്മൾ ഒരാള് ക്ഷമയുള്ളവനായിരിക്കുകയാണെങ്കിൽ, പേഷ്യന്റ് ആയിരിക്കുകയാണെങ്കിൽ, ക്ഷമ, അതായത് മൃഗങ്ങളെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ക്ഷമ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ക്ഷമയുള്ള ഒരാളാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഓൾ ടുഗദർ ഇമ്പോസിബിൾ. നോട്ട് ഓൾ ടുഗദർ ഇമ്പോസിബിൾ എന്ന് പറയുന്നത്, നോട്ട് ഇമ്പോസിബിൾ എന്ന് പറയുമ്പോ ഇപ്പൊ എന്തായി അതിന്റെ അർത്ഥം? ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസാധ്യം. നോട്ട് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞപ്പോ എന്തായി? നോട്ട് ഇമ്പോസിബിൾ, അസാധ്യം, അസാധ്യമല്ല എന്നാണ് അല്ലെ. അസാധ്യമല്ല എന്ന് പറഞ്ഞാൽ സാധിക്കും അല്ലെ. ഇറ്റ് ഈസ് നോട്ട് ഓൾ ടുഗദർ, അതായത് മുഴുവനായിട്ട് അസാധ്യമല്ല എന്ന് വെച്ചാൽ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. എന്ത്? ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസസ് ഔട്ട് ഓഫ് ദം, അവയിൽ നിന്ന് നല്ല മികച്ച പ്രകടനങ്ങൾ നമുക്ക് ലഭിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ആസ് വി മാനേജ്ഡ് ടു ഡു വിത്ത് ബൂലോ ഇൻ പാത്തേർ പാഞ്ചാലി. അതായത് പാത്തേർ പാഞ്ചാലി എന്ന് പറയുന്ന സിനിമയിൽ ഒരു നായുണ്ട്, ഏതാ? ബൂലോ എന്നാണ്. ആ ബൂലോ എന്ന് പറയുന്ന നായിൽ നിന്ന് നമുക്ക് നല്ല പെർഫോമൻസ് നമുക്ക് ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നല്ല ക്ഷമ വേണം. ആ നല്ല ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ചൊക്കെ സാധ്യമാണ്. നോട്ട് ഓൾ ടുഗദർ ഇമ്പോസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യമല്ല എന്ന് നമുക്ക് എന്താണ് അസാധ്യമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധിക്കാവുന്നതാണ് എന്ന് പറയുന്നത്. ഏതാ സിനിമ? പാത്തേർ പാഞ്ചാലി. Yet a dog might be difficult, not impossible to handle. What was one supposed to do if there was need for a tiger in a film? ഒരു പക്ഷേ നായ എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജീവിയാണ് അല്ലെ, നമുക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. What was one supposed to do if there was need for a tiger in the film? അതേസമയം എന്താ, ഒരു പുലിയെയാണ് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നതെങ്കിലോ? വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു, എന്ത് ചെയ്യും ഒരാൾ, എന്ത് ചെയ്യും? ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ ഫിലിം, നമുക്ക് നമ്മുടെ സിനിമയിൽ ഒരു പുലിയുടെ റോളുണ്ട്, ആ പുലിയുടെ റോൾ ചെയ്യാൻ ഒരു പുലി വേണം, ആ പുലി അഭിനയിക്കണം, നമ്മൾ എന്ത് ചെയ്യും അല്ലെ? പുലിമുരുകനിലൊക്കെ പുലി അഭിനയിക്കുകയല്ലേ ചെയ്തുള്ളത് ശരിക്കും അല്ലേ? അപ്പോ എന്ത് ചെയ്യും? പുലിയെ നമുക്ക് അങ്ങനെ കിട്ടണം, അങ്ങനെ അഭിനയിക്കാനായിട്ട്. പുലി നമ്മൾ പറയണത് കേട്ട് അഭിനയിക്കണം. എന്ത് ചെയ്യും? We had to deal with this problem too. ഈ വിഷയവും ഞങ്ങൾ ഡീല് ചെയ്തിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. When we were shooting Goopy Gain Baga Gain Bain അല്ലെ, ഏത് സിനിമ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഈ പ്രശ്നം ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്? ഗൂപ്പി ഗെയിൻ ബാഗ ബൈൻ, ഗൂപ്പി ഗെയിൻ ബാഗ ബൈൻ എന്ന് പറയുന്ന ഒരു ബംഗാളി പടത്തിൽ
ഈ ഒരു വിഷയവും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. In the film, Gopi, who is banished by the king, wanders in the forest, meet Bhaga, who is also been banished. They see tiger and freeze, but the tiger simply walk about in the forest without paying them slightest attention. അപ്പോ ഗൂപി ഗെയിൻ ബാഗ ബെയിൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു രണ്ട് കഥാപാത്രങ്ങളാണ് ഗൂപ്പിയും ബാഗയും. ആ സിനിമയിൽ ഗൂപ്പി എന്ന് പറയുന്നത് ബാനിഷ്ഡ് ബൈ ദ കിങ്, രാജാവ് ശിക്ഷിച്ച് നാട് കടത്തപ്പെട്ട ആളാണ് ആര്? ഗൂപ്പി. വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്, അവൻ അങ്ങനെ കാട്ടിലൂടെ നടക്കുകയാണ്. അങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പോൾ അവൻ ആരെ കാണുന്നു? ബാഗയെ കാണുന്നു. ബാഗയും എങ്ങനെയുള്ള ആളാ? who is also been banished, അവനും എന്നാണ് ശിക്ഷിക്കപ്പെട്ട് കാട്ടിലകപ്പെട്ടവനാണ്. they seen a tiger and freeze, അവരിങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവരാരെ കാണണം? അവരൊരു ടൈഗറിനെ കാണണം. അതായത് ഒരു ടൈഗറിനെ കാണുന്നു. and freeze, ടൈഗറിനെ കണ്ടിട്ട് നമ്മളായാലും പെട്ടെന്ന് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പുലിനെ കണ്ടാൽ എന്താ സംഭവിക്കുക? പുലി പെട്ടെന്ന് മുന്നിലാവെന്ന് വെച്ചോ, ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ഓടാം, ചാടാം, അങ്ങനെ ചെയ്യാന്നൊക്കെ തോന്നും. പക്ഷേ നമുക്കുണ്ടാകുന്ന വിഷയം ഇതാണ്, ഫ്രീസ്. നമ്മളെന്താവും? മരവിക്കും എന്നാ പറയുന്നത്. പുലിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാലുകളൊക്കെ ഇങ്ങനെ സ്തംഭിക്കും. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ് അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ്, അല്ലേ? ടൈഗർ സിംപ്ലി വാക്സ് അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ്. പക്ഷേ കാട്ടില് പുലി എന്താ ചെയ്യുന്നത്? സിംപ്ലി വാക്സ്, വളരെ സിമ്പിളായിട്ട് ടൈഗർ എന്ത് ചെയ്യുന്നു? വാക്ക്, കാട്ടിലൂടെ നടക്കുകയാണ്. അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ് വിത്തൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ, അവരുടെ നേരെ ചെറുതായിട്ടൊന്ന് നോക്കുക പോലും ചെയ്യാതെ പുലി ഇങ്ങനെ കാട്ടിലൂടെ നടക്കുകയാണ്. Having thought of the scene, I simply had to shoot it. ഈ സീനിനെ കുറിച്ച് ആലോചിച്ചു. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഭൂഗിയും അതുപോലെ ഗൂപ്പിയും ബാഗയും, അല്ലെ? ഗൂപ്പിയും ബാഗയും രണ്ടാൾക്കാര്. ഈ രണ്ടാൾക്കാര് കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പുലിയെ കാണുന്നു. പുലിയെ കാണുമ്പോൾ ഇവര് സ്തംഭിച്ചു നിൽക്കുന്നു. പക്ഷെ പുലി ഇവരെ നോക്കുന്നില്ല. പുലി എന്ത് ചെയ്യുന്നു? പുലിയുടെ പാട്ടിന് പോകുന്നു, അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോ തന്നെ, നമുക്ക് ആലോചിക്കുമ്പോ തന്നെ നമുക്ക് തോന്നും, ഇത്രയല്ലേ ഉള്ളൂ, അല്ലേ? അങ്ങനെ ഒരു തോന്നലുണ്ടോ നിങ്ങൾക്ക്? അതാ ഇവിടെ പറയണത് കേട്ടാ, എബൌട്ട് ദ ഫോറസ്റ്റ്. അപ്പോ ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ, ആ സീൻ ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചപ്പോ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്, ഞാൻ വിചാരിച്ചു അല്ലേ, അത് സിമ്പിൾ അല്ലേ? ഒരു പുലി ഇങ്ങനെ നടന്നു പോകണം, അവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ നടന്നു പോകണം, അത്രേ ഉള്ളൂ, അല്ലെ? മനുഷ്യന്മാരെ കണ്ടാൽ പുലി ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ നടന്നു പോകണം, അല്ലെ? അങ്ങനത്തെ ഒരു സീൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബട്ട് where were we going to find a tiger? അങ്ങനെ ഞങ്ങൾ ഇത് ആലോചിക്കുമ്പോ സിമ്പിളാണ്. പക്ഷെ ഒരു ടൈഗറിന് എവിടെ പോയാലും കിട്ടുക. The obvious thing to do was to look in circus, since they were likely to have trained animals. അപ്പോ ഞങ്ങളുടെ മനസ്സിൽ വ്യക്തമായി ഞങ്ങളുടെ മനസ്സിൽ വന്ന കാര്യം ടു ഡു എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ്, ഒരു സർക്കസിൽ പോയിട്ട് നോക്കുക എന്നുള്ളതാണ്. സിൻസ് ദേ വർ ലൈക്ലി ടു ഹാവ് ട്രെയിൻഡ് ആനിമൽസ്, കാരണം സർക്കസിൽ പോയാൽ എന്തുണ്ടാവും? ട്രെയിനിങ് കിട്ടിയ ആനിമൽസ് ഉണ്ടാവും അവിടെ, അല്ലേ? ആ ട്രെയിനിങ് കിട്ടിയ ആനിമൽസ് ഉണ്ടാവും. അപ്പോ അവിടെ പോയി തപ്പിയാൽ നമുക്ക് എന്ത് കിട്ടും? ആനിമൽസിനെ കിട്ടും. As a matter of fact, one called Bharat Circus was visiting Calcutta at the time, holding shows the Marcus Square. അപ്പോ അത് മതിയല്ലോ, അല്ലേ? സർക്കസിൽ പോയാൽ മതിയല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് എന്താണ്? as a matter of fact, ശരിക്കും പറഞ്ഞാൽ ആ വസ്തുത എന്ന് പറയുന്നത് നോക്കുക, വൺ കോൾഡ്, അല്ലേ?
ഇതിങ്ങനെ ഞാനിങ്ങനെ അന്വേഷിച്ചറിഞ്ഞപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വൺ കോൾ അല്ലെ, ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കട്ട അറ്റ് ദ ടൈം. കൽക്കട്ടയിൽ അതാ ഭാരത് സർക്കസ് വരുന്നു. ഭാരത് സർക്കസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട, ഒരു സർക്കസ് ടീമിന്റെ പേരാണ്. അവർ ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ ടെന്റ് കെട്ടിയിട്ട് സർക്കസ് അവതരിപ്പിക്കലാണ് ഇവരുടെ പണി. അപ്പൊ ഭാരത് സർക്കസ് കൽക്കട്ടയിൽ വരുന്നു. ഹോൾഡിംഗ് ഷോസ് ഇൻ മദ്രാസ് സ്ക്വയർ. അവരെവിടെയാ ഷോ കാണിക്കുന്നത്? മർക്കസ് സ്ക്വയർ, അതായത് കൽക്കട്ടയിലുള്ള ഒരു സ്ഥലമാണ്, ഒരു ഗ്രൗണ്ട്. ഇപ്പൊ നമ്മൾ ശക്തൻ നഗർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ മർക്കസ് സ്ക്വയർ. അപ്പൊ കൽക്കട്ടയിലെ മർക്കസ് സ്ക്വയറിൽ അവരിതാ അവരുടെ ഷോ ഉണ്ട്. അപ്പോ ഭാരത് സർക്കസ് എന്ന് പറഞ്ഞ ഒരുപാട് ആനിമൽസ് ഒക്കെ ഉള്ള ഒരു സർക്കസ് ആണ്. We sent someone to make an appointment with this Tamil manager and then went to meet him one morning. അപ്പൊ ഞങ്ങള് ഒരാളെ, ഈ ഭാരത് സർക്കസ് വന്നപ്പോൾ ഞങ്ങൾ ഒരാളെ പറഞ്ഞയച്ചു. എന്തിനാ? ടു മേക്ക് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് ദിസ് തമിഴ് മാനേജർ. ഭാരത് സർക്കസിന്റെ മാനേജർ തമിഴിനാണ്. അപ്പൊ അയാളുമായിട്ടൊരു അപ്പോയിന്റ്മെന്റ് വെക്കാനായിട്ട്, അതായത് അയാളൊന്ന് കാണണല്ലോ, അതറിയാനായിട്ട് ഒരാളെ പറഞ്ഞയച്ചു. And then went to meet him one morning. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം രാവിലെ അയാളെ കാണാനായിട്ട് പോയി. He greeted us warmly and ordered South Indian coffee for us. The manager heard the reason for our visit, then sent for one Mr. Thorat. He turned out to be the ringmaster. He too was a South Indian, very well built, with features somewhat like those of Nepali. He was perhaps no more than 40. He showed us an old scar on his forearm, which had been caused by a tiger. അങ്ങനെ ഈ സർക്കസിന്റെ മാനേജറെ കാണാനായിട്ട്, അപ്പോയിന്റ്മെന്റ് കിട്ടാനായിട്ട് ഒരാളെ ഞാൻ പറഞ്ഞയച്ചു. അത് പ്രകാരം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവിടെ ചെന്നു. അങ്ങനെ രാവിലെ ഞങ്ങൾ ചെന്നപ്പോൾ he greeted us warmly. അവൻ ഞങ്ങളെ വളരെ സ്നേഹപുരസരം ഞങ്ങളെ ചെയ്തു, അവൻ ഗ്രീറ്റ് ചെയ്തു, ഞങ്ങൾ സ്വാഗതം ചെയ്തു. ആൻഡ് ഓർഡേർഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ us. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വെൽക്കം ചെയ്തു എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി ഒരു സൗത്ത് ഇന്ത്യൻ കോഫി, തെക്കേ ഇന്ത്യൻ ചായ. അപ്പോൾ ചായനെ വരെ നമ്മൾ തെക്കേ ഇന്ത്യനും വടക്കേ ഇന്ത്യനും ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തെക്കേ ഇന്ത്യൻ ചായ ഞങ്ങൾക്ക് എന്ത് ചെയ്തു? ഓഫർ ചെയ്തു. അവരുടെ നാട്ടിലത്തെ, അതായത് ഈ സർക്കസുകാരൻ തമിഴ്നാണല്ലോ, തമിഴന്മാരുടെ ടൈപ്പ് ചായ ഞങ്ങൾക്ക് ഓഫർ ചെയ്തു. The manager heard the reason for our visit. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, എന്താ ഇപ്പൊ ഇങ്ങനെ പോരാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു. Then sent for Mr. Thorat. അങ്ങനെ കാര്യം പറഞ്ഞപ്പോ അവൻ തോറാട്ട് എന്ന് പറയുന്ന ആളോട് വരാൻ പറഞ്ഞിട്ട് അയച്ചു. അതായത് തോറാട്ടിൽ വിളിപ്പിച്ചു. മിസ്റ്റർ തോറാട്ട് ഒരാളുടെ പേരാണ്. Then he sent for one. ഒരാളെ പറഞ്ഞയച്ചിട്ട് ആരെ വിളിപ്പിച്ചു? മിസ്റ്റർ തോറാട്ട്. He turned out to be the ringmaster. ആരാണ് തോറാട്ട്? തോറാട്ട് എന്ന് പറയുന്ന ആള് ആ സർക്കസിന്റെ റിംഗ് മാസ്റ്ററാണ്. റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ കൊണ്ട് സർക്കസ് കാണിപ്പിക്കുന്ന ആൾ. He too was a South Indian. അയാളും ആര് തന്നെയാണ്? ഒരു സൗത്ത് ഇന്ത്യൻ ആണ്. Very well built, with features somewhat like those of Nepali. ശരിക്കും പറഞ്ഞാൽ തോറാട്ട് നല്ല ഒരു, എന്താ പറയാ, നമ്മള് വെൽ ബിൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ആരോഗ്യമുള്ള ശരീരം, ഒരു നേപ്പാളിയുടെ അതേ ലുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. He was perhaps no more than 40. ഇയാൾക്കൊരു പക്ഷേ 40 വയസ്സിനേക്കാൾ കൂടുതൽ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അത്രയും ആരോഗ്യമുള്ള ശരീരമുള്ള ഒരു മനുഷ്യൻ. He showed us an old scar on his forearm. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ഈ തോറാട്ട് ഞങ്ങൾക്ക് ഒരു പഴയ ഒരു മുറിവിന്റെ ഒരു എന്താണ് അടയാളം ഞങ്ങൾക്ക് അവന്റെ ഫോർ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കയ്യുമേ അല്ലേ, കയ്യിന്റെ തണ്ടാന്നൊക്കെ പറയില്ലേ നമ്മള്, മുട്ടിന്റെ മീതുള്ള ഭാഗം. അപ്പൊ ആ ഭാഗത്ത് അതാ ഒരു മുറിവുണ്ടായിരിക്കുന്നു. ആ മുറിവ് ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉണങ്ങിയ മുറിവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു.
വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. എങ്ങനെയാ മുറിവുണ്ടായിട്ടുള്ളത്? അല്ലെ, ഒരു ടൈഗറിന്റെ കയ്യിൽ നിന്ന് മാന്ത് കിട്ടിയിട്ടുണ്ടായിട്ടുള്ളതാണ്. കോസ്ഡ് ബൈ, അല്ലെ, ടൈഗറാണ് ആ മുറിവുണ്ടാക്കിയതെന്ന് പറയാം. വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. ഞങ്ങൾ അവനോട് ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അവനോട് പറഞ്ഞു. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷിവൂരി ദ ബർബൂം. ഷൂട്ടിങ് എവിടെ നടക്കുന്നത്? ഷിവൂരിയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ തിക്ക് ബാംബു ഗ്രൂവ്. ഞങ്ങൾക്കപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തിക്ക് ബാംബു ഗ്രൂവില്, നല്ല ഒരു മുളം കാട്ടിൽ വെച്ച്, ബാംബു ഗ്രൂവ് എന്ന് പറഞ്ഞ മുളം കാട് എന്ന് പറയുമ്പോൾ അവിടെ മുളം കാടും ഉണ്ടാവും. അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ടൈഗറെ കാണിക്കാം. അപ്പോ ഷൂട്ടിംഗ് നടക്കുന്നത് എവിടെയാ? ഷിവൂരിയിലാണ്. ഓൾ ദ ആനിമൽ വാസ് റിക്വയർഡ് ടു ഡു വാസ് കം ഔട്ട് ഓഫ് ബാംബു ഗ്രൂവ് ഇൻ ടു ഓപ്പൺ സ്പേസ്, pace gently for a while, look at the camera if possible, and then go back. Could a tiger from Bharat Circus do this job? അപ്പോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം പറയുന്നത്, all the animal was required to do was come out of the bamboo groove. എല്ലാ ആനിമൽസും ഈ ബാംബു ഗ്രൂവിൽ നിന്ന് പുറത്തേക്ക് വരിക. മുളം കാടിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്തേക്ക് വരണം. into an open space. മുളം കാടിന് പുറത്തായിട്ടൊരു തുറന്ന പ്രദേശമുണ്ട്. ആ തുറന്ന പ്രദേശത്തേക്ക് എല്ലാ മൃഗങ്ങളും വരണം. pace gently for a while. എന്നിട്ടോ വളരെ എല്ലാ മൃഗങ്ങളും കൂടിയിട്ട് ഒരുമിച്ച് ഇങ്ങനെ നടക്കണം. പേസ് എന്ന് പറഞ്ഞാൽ സ്ലോവിൽ നടക്കണം. പതുക്കെ നടക്കുക. ലുക്ക് അറ്റ് ദ ക്യാമറ. എന്നിട്ട് അങ്ങനെ നടന്നു പോണതിനിടയിൽ ക്യാമറയിലേക്ക് ഒന്ന് നോക്കണം. ഇഫ് പോസിബിൾ, പറ്റുമെങ്കിൽ ക്യാമറയിലേക്ക് ഒന്ന് നോക്കണം. then go back. അതിനുശേഷം അവയ്ക്ക് എന്ത് ചെയ്യാം? തിരിച്ചു പോകാം. ഇതാണ് അവിടെ ഷൂട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ ആൻഡ് then go back. Could a tiger from Bharat Circus do this job? ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ടൈഗർ, ഒരു പുലി പതുക്കെ ഇങ്ങനെ മുളങ്കാട്ടുന്ന് തുറന്ന ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വന്നിട്ട് പതുക്കെ ഇങ്ങനെ നടക്കണം. ആ നടക്കുന്നതിന്റെ ഇടയിൽ ക്യാമറയിലൊന്ന് നോക്കണം. ക്യാമറയിൽ നമ്മൾ ഇങ്ങനെ ക്ലോസപ്പ് എടുക്കുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ സ്ക്രീനിൽ സിനിമ കാണുന്ന ആൾക്കാർ നോക്കണം, അങ്ങനെ ടൈഗർ നോക്കണം. അതാണ് അവിടെ വേണ്ടത്. മിസ്റ്റർ തോറാട്ട് നോഡഡ്. തോറാട്ട് പറഞ്ഞു, അതിനെന്താ? നോഡഡ്, തലാട്ടി. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? അവൻ ചോദിച്ചു, ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? എത്ര നേരം നിങ്ങൾക്ക് ആവശ്യമുണ്ടത്, അതായത് ഇത് വേണം എന്ന് പറഞ്ഞു. ആസ്ക്ഡ് ദ മാനേജർ. ഇത് ചോദിച്ചത് ആരായിരുന്നു? ഇത് മാനേജറാണ് ചോദിച്ചത്. Perhaps a couple of hours for shooting, I replied. ഞാൻ പറഞ്ഞു, perhaps a couple of hours, ഒരു 2 മണിക്കൂർ. couple of hours എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ. I replied, but that would be in addition to the time it will take to travel to and from Shuri. അപ്പോ ഞാൻ പറഞ്ഞു, 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ ആകെ 2 മണിക്കൂറല്ല. ഇവിടുന്ന് എവിടേക്ക് എത്തണം? ഷിവൂരിയിലേക്ക് എത്തണം. അതേപോലെ തിരിച്ച് ഷിവൂരിയിൽ നിന്ന് തിരിച്ചു വരണം. അത് കൂടാതെ 2 മണിക്കൂർ. അതാണ് പറയുന്നത്. ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം. അല്ലേ, ഈ സമയത്തിനോട് കൂടി 2 മണിക്കൂർ എന്നാ പറഞ്ഞത്. അതായത് ട്രാവൽ ടു ആൻഡ് ഫ്രം ഷിവൂരിയിലേക്കും അവിടുന്ന് തിരിച്ചും വരാനുള്ള സമയം, അല്ലേ, ആ സമയം വേറെ. ആ സമയം കൂടാതെ 2 മണിക്കൂർ വേണം എന്നാ പറയുന്നത്. One being told that the travel itself should take no more 2 days. അല്ലേ, no more than 2 days. അപ്പോ the manager agreed to put the tiger in the cage and send it in a lorry. He invited us to take a look at the tiger. On being told us, അങ്ങനെ on being told that the travel itself should take no more than 2 days. അപ്പോ ഈ ട്രാവലിംഗ് എന്ന് പറയുന്നത് no more than 2 days, 2 ദിവസത്തിൽ അധികം എടുക്കുകയില്ല. അപ്പൊ ഇതിങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓൺ ബീങ് ടോൾഡ്, ട്രാവൽ ചെയ്യാനായിട്ട് നമുക്ക് 2 ദിവസം തന്നെ വേണ്ടി വരുള്ളൂ, അതിലധികം എടുക്കില്ല. ദ മാനേജർ അഗ്രീഡ് ടു പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ് കേജ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് മാനേജർ അവസാനം ചെയ്തു, സമ്മതിച്ചു. പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ് കേജ്, ടൈഗറിനെ
പുലിനെ അതിന്റെ കൂട്ടിലിട്ടിട്ട് എന്ത് ചെയ്യാം, ഒരു ലോറിയിൽ കൊണ്ടുപോകാം, സെൻഡിറ്റിനെ ലോറി അല്ലെ കൊണ്ടുപോകാമെന്ന് അങ്ങനെ മാനേജർ സമ്മതിച്ചു. He invited us to take a look at the tiger. അവൻ ഞങ്ങളെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു, ദാ ആ ടൈഗറിനെ ഒന്ന് കണ്ടോ എന്ന് പറഞ്ഞു. നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ടൈഗറിനല്ലോ. Do you think it's going to be easy to set the animal free in the bamboo grove? I could help asking. I couldn't help asking. എന്ന് വെച്ചാൽ എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്ത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല? ഐ കുഡിന്റ് ഹെൽപ്പ്. ഐ കുഡിന്റ് ഹെൽപ്പ് ഒരു പ്രയോഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലേ, എനിക്ക് ആകാംക്ഷ മൂത്തിട്ടെ ഞാൻ ചോദിച്ചു. എന്തെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രൂവ്? അതായത് ഈ പുലിയെ ബാംബൂ ഗ്രൂവില് ഫ്രീ ആക്കിയിട്ട് വിടുക എന്ന് പറയുന്നത്, ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി, അത് എളുപ്പമുള്ളതാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ? സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രൂവ്. മിസ്റ്റർ തോറാട്ട് ഫ്രൗണ്ട്. ഇത് പറഞ്ഞപ്പോൾ മിസ്റ്റർ തോറാട്ട് ഫ്രൗണ്ട്. ഫ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ആകൊന്ന് വിളറി പെട്ടെന്ന്. ഐ ആം നോട്ട് ഷുവർ. അയാൾ പറഞ്ഞു, പക്ഷെ അയാളുള്ള കാര്യം പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ, സോ ഐ റിയലി ഡോണ്ട് നോ. തോറാട്ട് ഉള്ള കാര്യം പറഞ്ഞു. തോറാട്ട് പറഞ്ഞത് ഐ ആം നോട്ട് ഷുവർ, എനിക്ക് ഉറപ്പില്ല. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ്. ഞാൻ ഇതുവരെ ഒരിക്കലും അവനെ അവന്റെ കേജിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടില്ല. സോ റിയലി ഐ ഡോണ്ട് നോ. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് സംഭവിക്കാന്ന് അറിയില്ല. വാട്ട്? were our whole plan going to be down in the drain? How could we let the tiger's trainer be seen with the animal? How could Gopi and Bhaga be petrified? With fear, if supposedly ferocious animal was accompanied by a man. No, we could not allow that to happen. But trainer പറഞ്ഞു, ഞാൻ ഇതുവരെ ഈ പുലിയെ കൂടിന്റെ പുറത്തേക്ക് ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, കൂടിന്റെ പുറത്തുനിന്ന് ഈ സർക്കസിൽ വെച്ചിട്ട് പുലിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ട്രെയിനർ ഒപ്പം ഉണ്ടാവും അല്ലെ, ട്രെയിനർ ഒപ്പം നിൽക്കും. എന്നിട്ടാണ് പുലിനെ എന്ത് ചെയ്യുക, കൂടിന്റെ പുറത്തേക്ക് എടുക്കുക. അപ്പോ അങ്ങനെ പറഞ്ഞ വഴിക്ക് എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് were all our plans going to go down the drain? അല്ലെ, എന്താണ് ഞങ്ങളുടെ എല്ലാ പദ്ധതികളും ഇതാ going to go down the drain, ഞങ്ങളുടെ എല്ലാ പദ്ധതികളും ഇതാ ഇല്ലാതാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? How could we let tiger's trainer be seen with the animal? സിനിമയില് ടൈഗർ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെ നടക്കുമ്പോ അതിൻ്റെ ഒപ്പം ട്രെയിനർ നടക്കുക. എന്തായിരിക്കും അവസ്ഥ? കാട്ടിലെ പുലിയുടെ കൂടെ ട്രെയിനർ ഉണ്ടാവോ? കാട്ടിലൊരു പുലിയുടെ കൂടെ ട്രെയിനർ ഉണ്ടാവോ? ഇല്ല. ഇവിടെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ? അപ്പൊ എങ്ങനെ നമുക്കൊരു ടൈഗറുടെ ട്രെയിനറെ നമുക്ക് ഈ ആനിമലിന്റെ കൂടെ നമുക്ക് നടത്താൻ സാധിക്കുമോ? ഹൗ കുഡ് ഗൂപ്പി ആൻഡ് ബാഗ ബി പെട്രിഫൈഡ്? എങ്ങനെ ഗൂപ്പിയെയും ബാഗയെയും പെട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ with fear if supposedly ferocious animal was accompanied by a man. അതായത് ഗൂപ്പിയും ബാഗയും എന്ത് ചെയ്യണം? ഈ പുലിയെ കാണുമ്പോ പേടിക്കണം അല്ലെ. നമ്മള് ആനേനെ കാണുമ്പോ ആരെങ്കിലും പേടിക്കാറുണ്ടോ? നമ്മുടെ നാട്ടിൽ ഒരു ആനേനെ കാണുമ്പോ പേടിക്കാറുണ്ടോ? നിങ്ങൾ പൂരത്തിന് അമ്പലത്തിലൊക്കെ പോകുമ്പോ ആനേനെ കാണാറുണ്ട്. ആനേനെ കാണുമ്പോ നമ്മൾ പേടിക്കാറുണ്ട്. ആനേനെ കാണുമ്പോ അയ്യോ ആന എന്ന് പറഞ്ഞിട്ട് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയുടെ കൂടെ അതിന്റെ ട്രെയിനർ, അതിന്റെ പാപ്പാൻ എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഭയം തോന്നാറില്ല. എന്നാൽ അതേ ആനേനെ നമ്മൾ കാട്ടിൽ പോയി കാണുമ്പോൾ എങ്ങനെയാ? ഒറ്റയ്ക്ക് ഒരു ആന നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും. കാരണം അതിനെ നിയന്ത്രിക്കാൻ ആരുമില്ല, അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെയായിരിക്കണം ഗൂപ്പിയുടെയും ബാഗയുടെയും അവസ്ഥ. അവരെന്ത് ചെയ്യണം? പെട്രിഫൈഡ് വിത്ത് ഫിയർ, ഭയം കൊണ്ട് ഞെട്ടി പറയ്ക്കണം അവര്. ഈ സപ്പോസിഡ്ലി ഫെറോഷ്യസ് ആനിമൽ വാസ് അക്കംപനീഡ്. അപ്പോ ഇവിടെ പറയാണ്
ഇവിടെ അതേസമയം ഇവിടെ ഈ ഫെറോഷ്യസ് ആനിമൽ, ഭയങ്കരനായിട്ടുള്ള ഈ മൃഗം, ഭയപ്പെടുത്തുന്ന, കാണുമ്പോ തന്നെ ഭയം തോന്നുന്ന, അതാണ് ഫെറോഷ്യസ്. അങ്ങനെയുള്ള ഈ ആനിമലിനെ കാണുമ്പോൾ ഇവര് ഭയം കൊണ്ട് എന്ത് ചെയ്യണം? പേടിച്ച് വിറയ്ക്കണം, ഭയം കൊണ്ട് വിറയ്ക്കണം. പക്ഷേ എങ്ങനെ വിറയ്ക്കും? കാരണം അതിന്റെ കൂടെ എന്തുണ്ട്? അതിന്റെ ട്രെയിനർ ഉണ്ട്, അക്കമ്പനീഡ് ബൈ എ മാൻ. അപ്പൊ ഒരു മനുഷ്യൻ ഈ പുലിയുടെ ഒപ്പം നിൽക്കുമ്പോ എങ്ങനെ ശരിയാവും? നോ, വി കുഡ് നോട്ട് അലൗ ദാറ്റ് ടു ഹാപ്പൻ. ഞങ്ങൾക്ക് അത് സമ്മതിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. മിസ്റ്റർ തോറാട്ട് ഫൗണ്ട് എ സൊല്യൂഷൻ. അപ്പൊ മിസ്റ്റർ തോറാട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തി. ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. ഞാനൊരു കാര്യം ചെയ്യാം, ഈ ടൈഗറുടെ കഴുത്തിൽ ഞാനൊരു വയറെങ്ങോട്ട് കെട്ടാം. കെട്ടിയിട്ട് ആ വയറയുടെ പ്രത്യേകത ഇറ്റ് വിൽ ബി തിൻ, അത് ഭയങ്കര കനം കുറഞ്ഞത്, അതായത് സ്ക്രീനിൽ കാണില്ല, പക്ഷെ ബട്ട് സ്ട്രോങ്, പക്ഷെ ഭയങ്കര ഉറപ്പുള്ളതായി. അത് ഞാൻ ടൈഗറിന്റെ കഴുത്തിലാണ് ചുറ്റാം, എന്നിട്ട് നമുക്ക് അഭിനയിപ്പിക്കാം എന്ന് പറയാം. ഒന്ന്, രണ്ട്, മൂന്ന്. എത്ര പേജ് എടുത്തു? ഒന്ന്. ഇവിടുന്ന് തുടങ്ങി അല്ലേ? 5ാമത്തെ പാരഗ്രാഫ് തൊട്ടിട്ട് 12ാമത്തെ പാരഗ്രാഫ്, 2 പേജ്. ഈ 2 പേജ് ഒന്ന് നന്നായി വായിച്ചു വരൂ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക്. അപ്പൊ ഞാൻ പരീക്ഷ ഇടാം, ഒരു 5 മിനിറ്റിനുള്ളിൽ പരീക്ഷ ഇടാം. പരീക്ഷ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പരീക്ഷ ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 2 മിനിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പ്രൊപ്പോസിഷൻ എഴുതാനായിട്ട്. അത് കഴിഞ്ഞത് ഓഫാക്കും കേട്ടാ. അപ്പോൾ തയ്യാറായിരിക്കുക കേട്ടാ. ഓക്കെ.